സെക്കൻഡ് സെമസ്റ്ററിലെ എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ 5th ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ കരിക്കുലം എന്നാണ് നമ്മുടെ 5th ചാപ്റ്ററിൻ്റെ പേര് കേട്ടോ. അപ്പോൾ മെയിനായിട്ടും ഒരു സ്കൂളിലെ എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ നീഡ്സ് എന്താണ്, ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം എൻവിറോൺമെൻറ്റിനെ കുറിച്ച് അവയർനെസ് കൊടുക്കുക, അതിനെക്കുറിച്ചുള്ള നോളേജ്, അതുപോലെ തന്നെ നിലവിലെ എൻവിറോൺമെൻറ്റിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക, ഇതൊക്കെയാണ് മെയിനായിട്ടും എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ എൻവിറോൺമെൻറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ഡാമേജസ് വന്നിട്ട് ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലാണ് ആക്ച്വലി എൻവിറോൺമെൻറ്റ് പറയുന്നത്. സോ അപ്പോൾ അത് ആളുകൾക്ക് നമ്മൾ ബോധവാന്മാരാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമുക്ക് എൻവിറോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ യങ് മൈൻഡ്സിലാണ് എൻവിറോൺമെൻറ്റിനെ കുറിച്ചുള്ള അവയർനെസ്സും കാര്യങ്ങളും എത്തിക്കേണ്ടത്. ബിക്കോസ് അവരാണ് ഇനി വരുന്ന ഫ്യൂച്ചർ ജനറേഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ സൊസൈറ്റി, നമ്മുടെ കൺട്രിയുടെ ഒരു ഫ്യൂച്ചർ ഫേസ് അവരാണ്. സോ അപ്പോൾ അവരെ കൂടുതൽ അവെയർ ആക്കിയിട്ട് എൻവിറോൺമെൻറ്റിൽ ഇപ്പോൾ വരുന്ന ഡാമേജിനെ റിപ്പയർ ചെയ്യുക, കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുക, നാച്ചുറൽ റിസോഴ്സസിനെ കൺസേർവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ സ്കൂൾ ലെവലിൽ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ആവശ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നിലവിലുള്ള എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ തിയറി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ EVS എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് സബ്ജക്റ്റ് പഠിപ്പിക്കുന്നുണ്ടല്ലേ, പക്ഷേ അതിൽ തന്നെ നമ്മളധികം തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ ഹയർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു സബ്ജക്ട്സ് പോലും പഠിക്കുന്നില്ല. അത് പല സബ്ജക്ട്സിൻ്റെ ഇടയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പം പല കുട്ടികളും നിലവിലുള്ള എൻവിറോൺമെൻറ്റൽ പ്രോബ്ലംസിനെ കുറിച്ചിട്ടും ഇഷ്യൂസിനെ കുറിച്ചിട്ടും അത് ഫ്യൂച്ചറിൽ അത് നമുക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് തരുന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അവെയറല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻസ് കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അതായത് പ്രോപ്പറായിട്ടുള്ള നോളേജ് കാര്യങ്ങൾ, അതുപോലെ തന്നെ അതും ഒരു റിയലിസ്റ്റിക് സ്റ്റഡി, അതായത് ഒരു ലിവിങ് എക്സ്പീരിയൻസിലൂടെ വേണം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ലൈക്ക് അവർ നാച്ചുറൽ റിസോഴ്സസ് അവരെ സന്ദർശിപ്പിക്കാം, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാം, അതുപോലെ തന്നെ മഴക്കുഴികൾ ഉണ്ടാക്കാം, റെയിൻഫോൾസിനെ ഹാർവെസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, അവരെ പ്രാക്ടിക്കലി ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പൊല്യൂഷൻസ് കാര്യങ്ങൾ കാണുമ്പോൾ തടയാനും, അറ്റ്ലീസ്റ്റ് അവരുടെ വീടെന്നെങ്കിലും ഉള്ള പൊല്യൂഷൻസ് തടയാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷനിലെ പ്രൈമറി സ്റ്റേജ്, അതായത് നമ്മളൊരു 1 to 5th സ്റ്റാൻഡേർഡൊക്കെ നമ്മൾ പ്രൈമറി സ്റ്റേജിൽ EVS എന്നുള്ള രീതിയിൽ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും EVS എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുട്ടികൾക്ക് അവരുടെ ബോഡിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അവരുടെ സറൗണ്ടിങ്ങിനെ കുറിച്ചുള്ള അവെയർനെസ് കൊടുക്കുക, ബേസിക് ആയിട്ടുള്ള ഫുഡ്, വാട്ടർ, എയർ, ഷെൽട്ടർ, ക്ലോത്തിങ്, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള അവെയർനെസ്, അതുപോലെ തന്നെ ട്രീസ്, പ്ലാന്റ്സിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ, ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് എനർജിയെക്കുറിച്ചുള്ള നോളേജ്, ഇതൊക്കെയാണ് ബേസിക്കലി ചെറിയ ക്ലാസ്സിൽ, അതായത് ഒരു പ്രൈമറി സ്റ്റേജിലൊക്കെ നമ്മൾ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. അത് തന്നെ ഒരു അപ്പർ പ്രൈമറി എത്തുമ്പോൾ എന്താണ്, ഡിഫറെൻറ്റ് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാനും, ഡിഫറെൻറ്റ് എക്കോസിസ്റ്റത്തിനെ മനസ്സിലാക്കാനും, ഫുഡ് ചെയിനിനെ മനസ്സിലാക്കാനും, വാട്ടർ സൈക്കിളിനെ മനസ്സിലാക്കാനൊക്കെ ഇതിലൂടെയുള്ള നോളേജ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ സെക്കൻഡറി സ്റ്റേജിലാകുമ്പോൾ കുറച്ചുകൂടി വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. ലൈക്ക് ഇപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ ഡിസ്കസ് ചെയ്ത പോലെയുള്ള ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ന്യൂക്ലിയർ എനർജി, ബയോ എനർജി, റേഡിയേഷൻ ഹസാർഡ്സ്, ഇങ്ങനെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ലോസ്, ആക്ഷൻസ് കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പം ഓരോ ഏജ് കാറ്റഗറിയിലെ കുട്ടികൾക്കും അവരുടെ ഏജിന് എന്താണ് അപ്രോപ്രിയേറ്റ്, അതനുസരിച്ചിട്ടുള്ള ഇൻഫർമേഷൻസും എഡ്യൂക്കേഷനും ഒക്കെയാണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നോളേജ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ നോളേജ് അക്വയർ ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. സോ അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി തന്നെ ഹയർ സെക്കൻഡറി ഏജിലേക്ക് വരുന്ന സമയത്ത് കുട്ടികൾ മേജർ സബ്ജക്ട്സ് ആണല്ലോ പഠിക്കുന്നത്. ലൈക്ക് ഫിസിക്സ്, അതായത് സയൻസ് പഠിക്കുന്നവരുണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്. ഇങ്ങനെ ആയിട്ടുള്ള 3 മെയിൻ ബ്രാഞ്ചസ് ആണ് നമുക്കുള്ളത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്സാണ്, അതായത് പാസീവ് ട്രെയിൻ, എക്കോളജി, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനൊക്കെ ഡിഫറെൻറ്റ് സബ്ജക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഇപ്പം സയൻസിലാണെങ്കിലും ബയോളജിയിലും ബോട്ടണിയിലും സോളജിയിലും കൂടുതൽ ഇതുപോലെയുള്ള മൃഗങ്ങളെക്കുറിച്ചും ഫ്ലോറ ഫൗണനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിഫറെൻറ്റ് സബ്ജക്ട്സിൽ ഇപ്പോൾ കെമിസ്ട്രിയിൽ നമ്മൾ ഓസോൺ ലെയർ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് സബ്ജക്ട്സിൽ ജസ്റ്റ് ഇങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ഇതാണ് നിലവിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ഒരു എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ക്ലാസ് റൂമിൽ എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ മുന്നോട്ട് വെക്കാൻ പറ്റുന്ന കുറേ ഇന്നോവേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്ലാസ് റൂമിൽ എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻസ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് വണ്ണാണ് സെമിനാർ എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ എൻവിറോൺമെൻറ്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റ് റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്കിനെ കൊടുത്ത് എന്ത് ചെയ്യുക, സെമിനാർ കൊടുക്കുക. അത് ഗ്രൂപ്പ്സായിട്ടും ഒക്കെ കൊടുക്കാം. അപ്പോൾ ആ ഗ്രൂപ്പ് എന്ത് ചെയ്യുക, അവർ ഗ്രൂപ്പ് ആക്ടിവിറ്റി പോലെ സെമിനാർ കാര്യങ്ങൾ ചെയ്തിട്ട് അതൊരു ക്ലാസ് റൂമിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള അവസരവും സ്പേസും ടൈമും കാര്യങ്ങളും കൊടുക്കുക. അപ്പം ഓരോ കുട്ടികൾക്കും ഇപ്പോൾ ഓരോ എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസാണ് നമ്മൾ ടോപ്പിക്കായി കൊടുക്കുന്നതെങ്കിൽ ഒരു ക്ലാസ്സിൽ 5 ഗ്രൂപ്പ് പ്രസൻറ്റ് ചെയ്യുന്നതോടെ കുട്ടികൾക്കിടയിൽ എന്താണ് 5 ഡിഫറെൻറ്റ് എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസിനെ കുറിച്ചുള്ള നോളേജ് കുട്ടികൾക്ക് കിട്ടുമല്ലേ. അപ്പം ഇങ്ങനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ചെയ്യുന്നതോട് കൂടിയിട്ട് എന്താണ് ഒരു ടോട്ടൽ അവെയർനെസ് അബൌട്ട് എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ എല്ലാ കുട്ടികൾക്കും കിട്ടും. അതുപോലെ ഡിഫറെൻറ്റ് വർക്ക്ഷോപ്പ് ചെയ്യാം, അതായത് ഈ ഒരു എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം അങ്ങനത്തെയൊക്കെ പ്രാക്ടിക്കലി കുട്ടികൾക്ക് എന്തെങ്കിലും വർക്ക്ഷോപ്സ് കാര്യങ്ങൾ കൊടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം സോൾവിങ് കാര്യങ്ങൾ. ഇപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി അന്നൊക്കെ ചെയ്യാറുണ്ട് അല്ലേ, നമ്മളെ ചുറ്റുപാടും ക്ലീൻ ആക്കുക. അതുപോലെ NSSൻ്റെ കീഴിലൊക്കെ മഴക്കുഴികൾ നിർമ്മിക്കുക, ഈ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ കീഴിലൊക്കെ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റി ചെയ്യാറുണ്ട്. അതുപോലെ എന്തെങ്കിലും പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സ് കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ ഫീൽഡ് ട്രിപ്പ് ഈസ് ഓൾസോ എ ഗുഡ് ഐഡിയ. കുട്ടികൾ ഏതെങ്കിലും പാടത്ത് കൊണ്ടുപോയിട്ട് കൃഷി എങ്ങനെയാണ് പഠിപ്പിക്കുക. അതുപോലെ തന്നെ ഒരു മലിനമായിട്ടുള്ള സ്ഥലങ്ങൾ കൊണ്ടുപോയിട്ട് ഇതെന്തുകൊണ്ട് മലിനമാവുന്നു, എങ്ങനെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, എങ്ങനെ അതിനെ സോൾവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഡിഫറെൻറ്റ് ഇങ്ങനത്തെ സ്ഥലത്തിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് കാര്യങ്ങൾ കിട്ടും. ഇപ്പോൾ സെമിനാർ പോലെ തന്നെ പ്രൊജക്ട്സിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, കുട്ടികൾക്കൊരു സിറ്റുവേഷൻ കൊടുത്തിട്ട് അതിന് പ്രോപ്പർ പ്ലാനിങ് ചെയ്തിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറയുക. അപ്പോൾ പ്രൊജക്റ്റ് ആകുമ്പോൾ അതിൽ ഒരുപാട് ഡാറ്റ കളക്ഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ. അപ്പം കുട്ടികൾ എന്ത് ചെയ്യണം, ഓരോ വീട്ടിലൊക്കെ കയറിയിട്ട് അവിടുന്ന് ഡാറ്റ കളക്ട് ചെയ്യണം. ഇപ്പോൾ വാട്ടർ സ്കേഴ്സിറ്റി ആണ് ടോപ്പിക്കെങ്കിൽ എന്ത് ചെയ്യണം, ഓരോ വീട്ടിൽ കയറിയിട്ട് അവിടെ വാട്ടർ സ്കേഴ്സിറ്റി അനുഭവിക്കാറുണ്ടോ, ഏതൊക്കെ മാസങ്ങളിലാണ് അനുഭവിക്കുന്നത്, അവിടുത്തെ മേജർ വാട്ടർ റിസോഴ്സസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുട്ടികൾ ഡാറ്റ കളക്ട് ചെയ്യണം. അപ്പോൾ അതും കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രാക്ടിക്കൽ നോളേജ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്കഷൻ മെത്തേഡും ഒരു ക്ലാസ് റൂമിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലൂടെ ചെയ്യുന്നതാണ് ഡിസ്കഷൻ മെത്തേഡ്സ്. അപ്പോൾ രീതിയിൽ നമ്മൾ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് കുട്ടികളിലേക്ക് എത്തി അവർ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവരുടെ കുറേ ഐഡിയാസ് കാര്യങ്ങളൊക്കെ അവിടെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ടല്ലേ. അപ്പോൾ കുട്ടികൾക്കൊരു പ്രോപ്പർ സൊല്യൂഷൻ കാര്യങ്ങൾ കിട്ടാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ റിപ്പോർട്ട്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫൈനൽ റിപ്പോർട്ട്സ് ആക്കിയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ടോട്ടൽ ഓവറോൾ ഐഡിയ കിട്ടാൻ ഈ ഒരു റിപ്പോർട്ടിംഗ് മെത്തേഡ് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫീൽഡ് ട്രിപ്പ് പോലെ തന്നെ ഫീൽഡ് സർവേ പ്രൊജക്റ്റിലൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫീൽഡ് സർവേ. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ എക്സ്പേർട്സിൻ്റെ ടോക്ക്, അതായത് ഇതുപോലെയുള്ള എൻവിറോൺമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നവരുടെ എന്തെങ്കിലും സെഷൻസ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് ആ ടോക്സ് കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വായനാ ക്ലബ്ബ് അങ്ങനത്തെ ക്ലബ്ബ് പോലെ തന്നെ നാച്ചുറൽ ക്ലബ്ബ് തുടങ്ങിയിട്ട് അതിൻ്റെ ഇടയിൽ ഇമ്പോർട്ടൻറ്റ് ദിനങ്ങൾ ആചരിക്കുക, ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ചെയ്യുക, എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നേച്ചർ വാക്ക്, നമ്മൾ ജസ്റ്റ് നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിലൂടെ തന്നെ ജസ്റ്റ് നേച്ചറിനെ മനസ്സിലാക്കിയിട്ട്, അതായത് സ്കൂൾ കോമ്പൗണ്ടിലെ ഡിഫറെൻറ്റ് മരങ്ങളെ അടുത്തറിയുക, അവിടുത്തെ ടൈപ്പ് ഓഫ് മണ്ണ് മനസ്സിലാക്കുക, അവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം മനസ്സിലാക്കി, അങ്ങനെ ചുറ്റുള്ള എൻവിറോൺമെൻറ്റിനെ മനസ്സിലാക്കിയിട്ട് ഒരു നേച്ചർ വാക്ക് കാര്യങ്ങളൊക്കെ നേച്ചർ ക്ലബിൻ്റെ കീഴിൽ നമുക്ക് നടപ്പിലാക്കാം. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്ന ജൂൺ 5 ഓഗസ്റ്റ്, അതായത് എൻവിറോൺമെൻറ്റൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെയുള്ള ഇമ്പോർട്ടൻസ് എൻവിറോൺമെൻറ്റൽ ഡേയ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സെലിബ്രേറ്റ് ചെയ്യുക. അതായത് ജലദിനം സെലിബ്രേറ്റ് ചെയ്യാം, എൻവിറോൺമെൻറ്റ് ഡേ സെലിബ്രേറ്റ് ചെയ്യാം, അങ്ങനെ ഡിഫറെൻറ്റ് എൻവിറോൺമെൻറ്റ് റിലേറ്റഡ് ഡേയ്സൊക്കെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് വീഡിയോസ് ഷോസ് ചെയ്യുക. അതുപോലെ ഹൈജീൻ സാനിറ്റൈസേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ എന്നുള്ളൊരു മൈൻഡ് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മളൊരു എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ കുട്ടികളിലേക്ക് എത്തിക്കുമ്പോൾ ഒരുപാട് ചലഞ്ചസ് ഉണ്ട് അല്ലേ. അത് കരിക്കുലം പ്രോബ്ലംസ് ഉണ്ട്, ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോബ്ലംസ് ഉണ്ട്, ടീച്ചർ റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ട്. അല്ല, കരിക്കുലം പ്രോബ്ലംസ് നമുക്ക് പറയാനുള്ള വെച്ചാൽ ഇന്ന് പീരിയഡ് ഇപ്പം ഒരു കരിക്കുലത്തിൽ തന്നെ ഇത് ഭയങ്കര ക്ലിയർ ആയിട്ടൊന്നും പറയുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് എന്താണ് പ്രോപ്പറായിട്ട് ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു ലാർജ് സൈസ് ക്ലാസ് റൂം ആണെങ്കിൽ ഇതൊരു പ്രാക്ടിക്കൽ രീതിയിൽ ചെയ്യുക, എല്ലാവരിലേക്കും ഡിസ്കഷൻ മെത്തേഡ് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോസിബിലിറ്റി കാര്യങ്ങളൊക്കെ കുറവാണ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ഇല്ലായ്മ, ടീച്ചേഴ്സിൻ്റെ ഇടയിൽ ഇതിനെക്കുറിച്ചുള്ള അവെയർനെസ് ഇല്ലായ്മയും ഒരു ചലഞ്ചസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും.
ഇനി ഒരു എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ കാര്യങ്ങൾക്ക് വന്ന ഡിഫറെൻറ്റ് ഏജൻസീസാണ് UNEP, യുണൈറ്റഡ് നേഷൻസ് എൻവിറോൺമെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പ്രോഗ്രാമാണ്. അതായത് എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷന് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഡിഫറെൻറ്റ് കൺട്രീസിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നൊക്കെയാണ് മെയിനായിട്ടുള്ള UNEPയുടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ മെയിൻ റോൾ എന്ന് വെച്ചാൽ നമ്മുടെ എൻവിറോൺമെൻറ്റ് കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതിനാവശ്യമായ ഫിനാൻസ് കാര്യങ്ങൾ കൊടുക്കുക, ഡിഫറെൻറ്റ് നാഷണൽ ഗവൺമെൻറ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ കാര്യങ്ങളെ എൻഗേജ് ചെയ്ത് ചെയ്യിപ്പിക്കുക, ഡിഫറെൻറ്റ് പോളിസീസ് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് മെയിനായിട്ടും UNEPയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെൻറ്റർ ഫോർ എൻവിറോൺമെൻറ്റ് എഡ്യൂക്കേഷൻ CEE, അതും ഈ ഒരു എൻവിറോൺമെൻറ്റ് എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ CEEയും ഇതുപോലെ തന്നെ കുട്ടികൾക്ക് അവെയർനെസ് കൊടുക്കുക, നമ്മുടെ എൻവിറോൺമെൻറ്റ് കാര്യങ്ങളെക്കുറിച്ചും അവെയർനെസ് കൊടുക്കുക, നമ്മുടെ കൺട്രി കാര്യങ്ങളെക്കുറിച്ചുള്ള അവെയർനെസ് കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള പൊല്യൂഷൻസിനെ കുറിച്ച് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ടും CEE കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ഇന്ത്യ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് CEE എന്ന് പറയുന്നത്. ഇതിന് സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇതിൻ്റെ ഫണ്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മെയിൻ റോൾസ് ഓഫ് CEE എന്ന് വെച്ചാൽ എൻവിറോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഓവറോൾ ഇന്ത്യ എല്ലാ കുട്ടികളിലേക്കും കൊടുക്കുക, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇതിന് വേണ്ടിയിട്ട് അവരെ അവെയറാക്കുക. അതൊക്കെയാണ് മെയിനായിട്ടും CEEയുടെ ഒരു ഫങ്ഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ NCERTനും ഇതിൽ റോളുണ്ട്. NCERT നമുക്കറിയാം ഒരു ഓട്ടോണോമസ് ഓർഗനൈസേഷനാണ് അല്ലേ. 1961 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓട്ടോണോമസ് ഓർഗനൈസേഷനാണ്. അപ്പം NCERT എങ്ങനെയാണ് ഈ ഒരു എൻവിറോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ NCERT ഫുൾ ഫോം പഠിക്കണം കേട്ടോ. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നാണ് NCERTയുടെ ഫുൾ ഫോം വരുന്നത്. അപ്പം അവരെങ്ങനെയാണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ത്രൂ ടെക്സ്റ്റ് ബുക്സ് ലേണിംഗ് മെറ്റീരിയൽസിലൂടെയാണ്. അപ്പം അവർ സിലബസ് കരിക്കുലത്തിൽ ഇങ്ങനത്തെ ടെക്സ്റ്റ് ബുക്സ് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക, അതിൽ എൻവിറോൺമെൻറ്റ് എഡ്യൂക്കേഷൻ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക, ആളുകളിലേക്ക് എത്തിക്കുക. സ്കൂൾ എഡ്യൂക്കേഷനിലാണ് അവർ മോറായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ NCERT അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ട്രെയിനിങ് ഫെസിലിറ്റീസ് കാര്യങ്ങളും ഡിഫറെൻറ്റ് പ്രോഗ്രാംസും വർക്ക്ഷോപ്സ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ പ്രോപ്പർ എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷൻസ് കൊടുക്കാനൊക്കെ അവർക്ക് സാധിക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ മെയിനായിട്ടുള്ള UNEP, CEE, NCERT കാര്യങ്ങളൊക്കെ ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എൻവിറോൺമെൻറ്റ് എഡ്യൂക്കേഷൻസ് കാര്യങ്ങൾ, ഇത്രയും ഉള്ള ചെറിയൊരു ചാപ്റ്ററാണ് കേട്ടോ ഇത്.